ഹായ്, ഇന്നത്തെ ഒരു ലോങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. കേക്ക് വ്ളോഗ് തന്നെയാണ്. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിരുന്നു. നമ്മുടെ ഇവിടെ അടുത്തൊരു പാലിയേറ്റീവിൽ ഫുഡ് ടെസ്റ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ടപ്പ് കേക്കും പിന്നെ ഡ്രീം കേക്ക്, ബ്രൗണീസ് അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കി കൊണ്ടുപോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങി വന്നതാണ്. ഇത് കുറച്ച് ദിവസം മുന്നേ കഴിഞ്ഞതാണ് കേട്ടോ. ഒരു ആഴ്ചയൊക്കെ ആയി ഈ പരിപാടി കഴിഞ്ഞിട്ട്. വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഇപ്പോഴാണ് ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ക്രീം, പിന്നെ അതിലേക്കുള്ള ചോക്ലേറ്റ്, ബട്ടർ, ഫ്രഷ് ക്രീം, മിൽക്ക് മെയ്ഡ്, പിന്നെ വാനില എസൻസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പിന്നെ റാപ്പിംഗ് അതൊക്കെ എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒട്ടുമിക്ക സാധനങ്ങളും അതിലേക്കായിട്ട് വാങ്ങി റെഡിയാക്കി. പിന്നെ അതിൻ്റെ കണ്ടെയ്നേഴ്സ്, നമ്മുടെ ബ്രൗണിക്ക് നമ്മളൊരു കണ്ടെയ്നറാണ് 250 ml 500 ml കണ്ടെയ്നർ എടുത്തിട്ടുണ്ട്. പിന്നെ ഡ്രീം കേക്കിന് 100 ml കണ്ടെയ്നറാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ ഓരോ എല്ലാം അത്യാവശ്യം ക്വാണ്ടിറ്റി തന്നെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ് ടപ്പ് കേക്കിനുള്ള കണ്ടെയ്നേഴ്സ് നിരത്തി വെച്ച് അതിലേക്കുള്ള കേക്കും റെഡി. എല്ലാ കണ്ടെയ്നേഴ്സിലും നമ്മൾ കേക്ക് റെഡിയാക്കി വെച്ച് പിന്നെ ഗനാഷ് ഒഴിച്ച് വെച്ചു. ടബിലൊക്കെ ഗനാഷ് ഒഴിച്ചതിന് ശേഷം നമ്മൾ അടുത്തത് ക്രീം ഫില്ല് ചെയ്യാണ് കേട്ടോ. ഇത് ഒരു ലെയർ കേക്കും പിന്നെ കുറച്ച് ഗനാഷും പിന്നെ ക്രീമുമാണ്. അങ്ങനെ എല്ലാത്തിലും ക്രീമൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ അടുത്ത നട്ട്സാണ് ഇട്ട് കൊടുക്കുന്നത്. നട്ട്സും ചോക്ലേറ്റുമാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാ ഡബയിലും ആദ്യം നട്ട്സ് ഇട്ട് കൊടുത്ത് പിന്നെ മിൽക്ക് കോമ്പൗണ്ടാണ് കേട്ടോ ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ടപ്പ് കേക്കിൻ്റെ എല്ലാ ഇതും കഴിഞ്ഞ് നമ്മൾ ലാസ്റ്റ് ക്ലോസ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ക്ലോസ് ചെയ്യുന്നതിൻ്റെ മുന്നായിട്ട് നമ്മൾ ഫുള്ള് ക്ലീൻ ചെയ്തിട്ട്, കാരണം ഷുഗർ സിറപ്പറ്റി വെറ്റ് ചെയ്യുമ്പോൾ വെള്ളം കാര്യങ്ങളൊക്കെ പുറത്തും ടോപ്പിലൊക്കെ ആയിട്ടുണ്ടാവും. ഇതിൻ്റെ മുന്നേ നമ്മൾ ക്ലീൻ ചെയ്തിട്ടാണ് കേട്ടോ ഈ ഡബ്ബയിലാക്കി വെക്കുന്നത്. നമുക്ക് ഷോപ്പിൽ നിന്ന് നേരിട്ട് വാങ്ങിയിട്ടൊന്നുമല്ല ചെയ്യണത്. ആദ്യം എല്ലാം കഴുകി വൃത്തിയാക്കി തുടച്ചതിൻ്റെ ശേഷമാണ്. പിന്നെ അതൊന്നും വീഡിയോയിൽ ഉൾപ്പെട്ടിട്ടില്ല കേട്ടോ, കാരണം ഇതൊരു 50 ടബ് കേക്കാണുള്ളത്. അപ്പോൾ എല്ലാം ക്ലീൻ ചെയ്ത് അതിൻ്റെ സൈഡിലൊക്കെ ഉള്ള ചോക്ലേറ്റും ഷുഗർ സിറപ്പും എക്സ്ട്രാ ക്രീമും വന്നതൊക്കെ നമ്മൾ തുടച്ച് മാറ്റിയൊക്കെ സെറ്റാക്കി വെക്കുകയാണ്. അപ്പോൾ ഇത് ലാസ്റ്റ് ബാച്ചാണ്. കുറേയൊക്കെ ഫ്രിഡ്ജിൽ അങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 3 ദിവസത്തെ ഒഴിവ് കിട്ടിയ സമയത്ത് ചെയ്ത വർക്കാണ് കേട്ടത്. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.